ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ ഇടവം രാശി സ്ഥിതി കൊണ്ട് മീനം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. മീനം രാശിക്കാര് പൂരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും കടങ്ങളും രോഗാദി ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് ചൊവ്വ ഗ്രഹം ഇടവം രാശിയിൽ പ്രവേശിക്കുന്നു. ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം അത് സമക്ഷേത്രമാണ്. സമക്ഷേത്രം എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹത്തിനും ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം, സമക്ഷേത്രം, ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം എന്നൊക്കെയുണ്ട്. ബലം വർദ്ധിക്കുക. ചൊവ്വയ്ക്ക് ഇടവം രാശിയിൽ ഒരു പ്രത്യേക ബലമുണ്ട്. അപ്പോൾ രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന, അതായത് മീനം രാശി, ഈ പൂരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാശ്യാധിപനാണ് വ്യാഴം. ആ വ്യാഴം ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് നിൽക്കുമ്പോൾ അവിടെ നൈസർഗിക ശുഭനായിരിക്കുന്ന ശുക്രനും സ്ഥിതി ചെയ്യും. ബുധനാകട്ടെ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ അവിടെ ഇടവം രാശിയിൽ, മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പല വിധത്തിലും ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. അത് 2026 ജൂൺ മാസം 20-ാം തീയതി മുതൽ ആഗസ്റ്റ് മാസം 2-ാം തീയതി വരെയുള്ള 45 ദിവസമാണ്. കൊല്ലവർഷം 1201-ാം ആണ്ട് മിഥുനമാസം 6-ാം തീയതി മുതൽ ഇടവമാസം 17-ാം തീയതി വരെ ഉള്ള 45 ദിവസമാണ് ഈ ഇടവം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. അത് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ്. വിക്രമ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന, അധികാരത്തിൻ്റെ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ആ ചൊവ്വ വിക്രമസ്ഥാനമായ 3-ാമിടത്ത് ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ശനി ബാധിച്ച് അലസത മൂലവും പല വിധത്തിലുമുള്ള കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും ഉത്തരവാദിത്വ ബോധം സ്വയം ഉണ്ടാകുകയും അതുമൂലം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിപ്പിക്കുവാനുള്ള ഒരു തന്റേടം വന്നു ചേരുകയും, അത് ഏത് കാര്യത്തിലും സൂചകമാണ്. ഒരു കാര്യത്തിൽ തന്നെയല്ല, കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ അത് അനുകൂലമാണ്. ഈ രാശിക്കാർ പല പ്രാവശ്യം പല വിധത്തിലുള്ള ടെസ്റ്റുകൾ എഴുതി വിജയിക്കാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റുകൾ എഴുതി വിജയിക്കുവാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു സമയമാണ്. അതായത് പ്രതിഭാസ്ഥാനമായ ഉപരിപഠനത്തെ, ഉന്നത വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെയും അതുപോലെ മറ്റ് PSC പോലെയുള്ള ടെസ്റ്റുകൾ, വിദേശത്തേക്ക് പോകുന്നതിനുള്ള മറ്റ് ടെസ്റ്റുകൾ, മറ്റ് കമ്പനികളിലേക്കുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുക, ഇതിനൊക്കെ വിജയിക്കുവാൻ യോഗമുണ്ട്. പ്രതിഭാസ്ഥാനത്ത് ഉച്ചനായിട്ട് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. കൂടെ ശുക്രനുമുണ്ട്. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രനും ആ കൂടെയുണ്ട്. കൂടാതെ വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധൻ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ തൊഴിൽ അനുസരിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ സ്ഥാനമാനങ്ങളോടുകൂടിയ ജോലി ലഭിക്കുവാൻ ഈ 45 ദിവസം അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് സഹോദരസ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ സഹായങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യും. ചൊവ്വ അത് ഈ മീനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപനാണ്. ഭാഗ്യാധിപൻ ഭാഗ്യഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൂടാതെ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പ്രബല ഗ്രഹങ്ങളായ ബുധനും ചൊവ്വയും ഒക്കെ ആ തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ദൃഷ്ടിയും സ്ഥിതിയും ഒരു പരിധി വരെയൊക്കെ അങ്ങേയറ്റം സ്ഥിതി പോലെ തന്നെ ഗുണം ചെയ്യുന്നതാണ് ദൃഷ്ടി. അത് പൂർണ്ണ ദൃഷ്ടിയാണല്ലോ. അപ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വന്നു ചേരുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് സാധിക്കുക, വിദ്യാവിജയങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും ഈ മീനം രാശിക്കാർക്ക് അഭിവൃദ്ധികരമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാനും, അതുപോലെ തന്നെ പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കുന്ന യുവ ദമ്പതികളൊക്കെ ഉള്ളവർക്ക്
ഒരുമിച്ച് കൂടുന്നതിനും വിട്ടുവീഴ്ചയിലൂടെ ഒരുമിച്ച് കൂടുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ യോഗമുണ്ട്. ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ കുടുംബത്ത് സന്തോഷകരമായി ജീവിക്കുവാൻ യോഗമുള്ള സമയം. കൊച്ചുകുട്ടികളായാലും അവർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. അസുഖങ്ങളൊക്കെ ഉള്ളവർ ആ അസുഖങ്ങളൊക്കെ മാറുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. അതുപോലെ തന്നെ ചികിത്സകൾ ഫലിക്കുക, വിജയങ്ങൾ പ്രാഥമിക വിദ്യാഭാവത്തിലൊക്കെ ആണെങ്കിലും കാര്യത്തിലൊക്കെ ആണെങ്കിലും വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ പ്രായമായവർക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഏഴരശനിയൊക്കെ തുടങ്ങി ജന്മത്തിലൊക്കെ സഞ്ചരിക്കുന്ന പ്രായമായ മാതാപിതാക്കൾക്ക് അധിക കഷ്ടതകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ തരത്തിലും ടെൻഷനൊക്കെ ഉള്ളവർക്ക് ആ ടെൻഷനൊക്കെ മാറി ഒരു പരിധി വരെയൊക്കെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ മക്കളുടെ ധനം മേടിച്ച് അനുഭവിക്കുവാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ 45 ദിവസം. ഭാഗ്യം തുണയായിട്ട് വരും. വിദേശത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അതൊക്കെ സാധിക്കുന്ന കാര്യം. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. ഈ ഭൂമി കാരകൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വാഹനം വാങ്ങുന്നതിനോ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒരു ഉണർവുണ്ടാകുകയും പലതരത്തിൽ ജോലി നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ഈ മീനം രാശിക്കാർ. അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഒരു ജോലി കിട്ടുന്നതിനും അല്ലെ ജോലിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലൊക്കെ അവഗണന മൂലം പലതരത്തിൽ മാനസികമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുമാകട്ടെ, മെഡിക്കലാകട്ടെ, ആരോഗ്യരംഗമാകട്ടെ, മറ്റ് IT മേഖലയാകട്ടെ, അധ്യാപന രംഗമോ, പഞ്ചായത്ത്, പോലീസ്, മിലിറ്ററി, അത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സ് ആയാലും ഒരു ബ്യൂട്ടി പാർലറായാലും ഒക്കെ നടത്തുന്നവരും അതിൻ്റെ ഉടമസ്ഥർക്കും ഒക്കെ പലതരത്തിലുള്ള കടബാധ്യതകൾ മൂലമൊക്കെ വിഷമിച്ച് വളരെ നെഗറ്റീവായിട്ട് മനസ്സ് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും അവർക്ക് പുതിയ പുതിയ ചിന്തകൾ കടന്നു വരികയും നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല നല്ല ചർച്ചകൾ വരികയും തീരുമാനങ്ങൾ എടുക്കുന്നതിന് കഴിവുണ്ടാകുന്നതിനും പ്രാപ്തി ഉണ്ടാകുന്നതിനും വിജയിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തമെടുത്ത് വിജയിപ്പിക്കുവാനൊക്കെ നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ 45 ദിവസം. അവസരങ്ങൾ വന്നു ചേരുമ്പോൾ വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ പല ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജാതകങ്ങൾ നോക്കുന്നതിനും കവടിയാലുള്ള പ്രശ്നം നോക്കുന്നതിനും അത് ഓൺലൈനായിട്ടും നേരിട്ട് വരികയും ഒക്കെ ചെയ്യാം. അതിനുള്ള അവസരമുണ്ട്. ഞാൻ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.